വിനിത, ഗുഡ് മോർണിംഗ്. വിഷു ആശംസകൾ. ബത്തേരിയിലേക്ക് സ്വാഗതം, ഗണപതി വട്ടത്തേക്കും സ്വാഗതം. അല്ലെ, നമ്മുടെ വയനാട് പര്യടനത്തിന് 2ാം ദിവസമാണിന്ന്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ ഉത്തര ഗുരുവായൂരപ്പ ക്ഷേത്രം? എല്ലാ കാലവും അവിടുത്തെ മലയാളികളുടെ ഒരു വിഷു കേന്ദ്രമാണ്. അപ്പൊ ഇന്നും അങ്ങനെ തന്നെ അല്ലേ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു എസ് കെ, ഹാഷ്മി ആൻഡ് സുഹൈൽ. വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. വലിയ തിരക്കാണ് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ. 4 മണി മുതൽ ഈ ഭക്തജനങ്ങൾ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ റോഡിന് പുറത്തേക്കൊക്കെ ഇങ്ങനെ ഈ വലിയ നിര ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ഇവർക്ക് ഇങ്ങനെ കൃത്യമായിട്ടുള്ള ക്രമീകരണത്തിലൂടെ ഇവർക്ക് ദർശനത്തിനും മറ്റുമുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അവർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. വിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഈ വിഷു അനുബന്ധിച്ചിട്ടുള്ളത്. നമുക്ക് നാട്ടിലേക്ക് എത്താൻ കഴിയാത്തവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ എത്തി വിഷു ആഘോഷിച്ച് സന്തോഷമായിട്ട് മടങ്ങാം അല്ലേ? അതെ, രാവിലെ 4:30 മണി മുതൽ ഞങ്ങൾ 10,000 ആൾക്കാർ 8,000 ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഒരു 10,000 ആൾക്കാർ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. രാവിലെ വന്നവർക്കൊക്കെ വിഷു കൈനീട്ടമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇവിടെ ഭജനം നടക്കുകയായിരുന്നു. എല്ലാം വെള്ളം ചൂടുണ്ട്, കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡൽഹിയിൽ കണിക്കൊന്ന കിട്ടാത്ത അവസ്ഥയുണ്ടോ? എനിക്കൊന്ന് നാട്ടിൽ നിന്ന് വരിക ചെയ്യുന്നത്, നാട്ടിൽ നിന്ന് കൊണ്ടുവരിക ചെയ്യുന്നത്. ഇവിടെ എത്തി അത് കണ്ടു മടങ്ങാന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ഡൽഹി NCR മേഖല മൊത്തം സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ഷേത്രം നമ്മുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടാണ്. കാരണം മലയാളികൾ ഏറ്റവും കൂടുതൽ വരികയും ഏറ്റവും കൂടുതൽ ക്ഷേത്രാചാരങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. രാവിലെ മുതൽ വലിയ തിരക്കാണല്ലേ? നല്ല തിരക്കായിരുന്നു. 4 മണിയായപ്പോൾ തൊട്ടേ തിരക്ക്. കഴിഞ്ഞ വർഷത്തെക്കാൾ ഇത്തവണ കൂടുതലാണ്. തീർച്ചയായും കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ഇത്തവണ വലിയ തിരക്കാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ രാവിലെ മുതൽ ഇങ്ങനെ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ കാത്തിരിക്കണം. ചേച്ചി എപ്പോ എത്തി? ഞാൻ രാവിലെ എത്തി. കണ്ണനെ കണ്ട് കണി കണ്ട് തൊഴുതിട്ടാണ് വന്നത് വീട്ടിൽ. പിന്നെ ഇവിടെ നമ്മുടെ ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും നാട് മിസ് ചെയ്യുന്നില്ല. നല്ലൊരു അന്തരീക്ഷമാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. നാട്ടിന്റെ അതേ ഫീൽ തന്നെ. തീർച്ചയായും. തീർച്ചയായും ഇത് തന്നെയാണ് ഡൽഹി മലയാളികൾക്ക് പറയാനുള്ളത്. നാട്ടിലൊന്നും പോകാൻ കഴിയാത്തവരാണ്. പക്ഷെ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അവരിവിടെ എത്തി. എങ്ങനെയുണ്ട് വിഷു ആഘോഷം? ഇവിടെ വന്ന് വിഷുക്കണി കാണുന്ന പോലെ വേറെ എവിടെയും തോന്നില്ല. നാട്ടിലെവിടെയാ? തൃപ്പൂണിത്തുറ. തീർച്ചയായും എസ്കേൻ. അപ്പൊ ഇങ്ങനെ വലിയ തിരക്ക് നമുക്ക് ക്ഷേത്രത്തിന്റെ ആ പരിസരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ നീണ്ട നിരയാണ്. കൃത്യമായി അത് ഇങ്ങനെ ക്യൂ ഇങ്ങനെ ഏകീകരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഏതാണ്ട് 8,000-ലധികം ആളുകൾ എത്തിയെന്നാണ് അവർ പറയുന്നത്. ഇത്തവണ അതിലും കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.